ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 മണിക്കൂറിനിടയ്ക്ക് വലിയൊരു സംഭവമാണ് കൊയിലാണ്ടിക്കടുത്തുള്ള കുറവങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തെ മണക്കുളങ്ങര ക്ഷേത്രത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിൽ 2 ആനകൾ വിരണ്ടോടിയിരിക്കുന്നു. ഈ വിരണ്ടോടിയ ആനകൾ ചവിട്ടിയും അതേപോലെ തന്നെ ഈ ആനയുടെ ആക്രമണം ഭയന്ന് ഓടിയ ആൾക്കാര് ചിതറി ഓടി. ഒരുപാട് പേര് ഇങ്ങനെ ചിതറി ഓടി. ആ ഓടിയ ആൾക്കാരൊക്കെ മറ്റ് പ്രായമുള്ളവരെയും കുട്ടികളെയൊക്കെ ചവിട്ടിയിട്ട് ഒക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് ഇപ്പോൾ 35ഓളം വരുന്ന ആൾക്കാർക്ക് പരിക്കേറ്റു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. അതിനെക്കാട്ടിയൊക്കെ ഗൗരവമേറിയ വിഷയം എന്ന് പറഞ്ഞാൽ 3 പേര് ഇപ്പോൾ ഓൾറെഡി മരിച്ചിട്ടുണ്ട്. ലീല, അമ്മുക്കുട്ടി, രാജൻ എന്നീ പേരുകളിലുള്ള 3 പേരാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. മാത്രവുമല്ല ഇനിയും 4-5ഓളം പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ മണക്കുളങ്ങര ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ആ ഉത്സവത്തിന്റെ കടശ ദിവസമാണ്, അവസാന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുപാടുമുള്ള ജനങ്ങളെല്ലാം വന്ന് വളരെ വലിയൊരു ജനബാഹുല്യം ഉള്ള ഒരു ദിവസമായിരുന്നു. ഭക്തജനങ്ങളൊക്കെ വന്ന് കൂടി നിൽക്കുന്ന ഒരു ദിവസമാണ് ഇത്തരം വലിയൊരു സംഭവം ഉണ്ടായതെന്ന് പറയുമ്പോൾ അതിന്റെ കാഷ്വാലിറ്റി എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ 6 മണി കഴിഞ്ഞ ശേഷം ഈ ആനയുടെ എഴുന്നള്ളത്തും ഒപ്പം തന്നെ ഈ കരിമരുന്ന് പ്രയോഗം നടത്തിയതാണ് ഇത്ര വലിയൊരു ഗുരുതരമായിട്ടുള്ള സംഭവവികാസത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഈ വെടിവെച്ച കേട്ട് അല്ലെങ്കിൽ ഈ വലിയ ശബ്ദത്തോടു കൂടി ഉഗ്ര ശബ്ദത്തോടു കൂടിയ ഈ കരിമരുന്ന് പ്രയോഗം ആനയെ ശരിക്കും പറഞ്ഞാൽ വിരളി പിടിപ്പിക്കുകയാണ് ഉണ്ടായത്. അത് പിന്നിൽ നിന്ന് ആന പെട്ടെന്ന് ഇടയുകയും അതേപോലെ തന്നെ മുമ്പിലുള്ള ആനയെ കുത്തി പരിക്കേൽപ്പിക്കുകയും ഈ കുത്തേറ്റ ആന എന്ത് ചെയ്യുന്ന വെച്ചാൽ 2 ആനയും ഒരേ സമയം ഈ വിരണ്ടോടുകയാണ് ഉണ്ടായത്. ആനപ്പുറത്തിരുന്നവര് മറിഞ്ഞു വീഴുന്നതായിട്ടൊക്കെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം, വാർത്താ മാധ്യമങ്ങളിലെ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല പ്രായമായ ഒരുപാട് വ്യക്തികൾ ഈ അമ്പലത്തിലെ ചടങ്ങുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ പരിസരങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് മുമ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല. കാരണം ഈ ആന ഇടഞ്ഞു ഓടി വരുന്നത് നിന്ന ആൾക്കാർ കാണുകയും പെട്ടെന്ന് അവർ പല വഴികളിലായിട്ട് ചിതറി ഓടുകയും ചെയ്തു. ഈ ചിതറി ഓടിയ ആൾക്കാരൊക്കെ അധികം പേരും ഈ ഇരുന്ന പ്രായം ചെന്ന മാതാപിതാക്കന്മാര് സഹോദരങ്ങളെയൊക്കെ ചവിട്ടി പരിക്കേൽപ്പിച്ചുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോയത്. മാത്രവുമല്ല ആനയുടേതായിട്ടുള്ള ചവിട്ടിയേറ്റും കുറെ അധികം പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി. ഏകദേശം 35ഓളം വരുന്ന ആൾക്കാർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ഏറ്റവും ഖേദകരമെന്ന് പറയട്ടെ, 3 വ്യക്തികളുടെ മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല 5ഓളം വരുന്ന വ്യക്തികൾ ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പൊ മരിച്ച 3 പേരിൽ നിന്ന് ലീല, അമ്മുക്കുട്ടി എന്ന് പറയുന്ന 2 സ്ത്രീകളും രാജൻ എന്ന് പറയുന്ന ആ പുരുഷനുമാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ആനകൾ വിരണ്ടോടുന്ന സമയത്ത് ആനകളുടെ ചവിട്ടേറ്റും ആൾക്കാർക്ക് പരിക്കേറ്റു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷമാണ് അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആന ഈ അമ്പലത്തിലെ ഇതിന്റെ ഓഫീസ് മുഴുവനായിട്ടും തകർത്ത് കളഞ്ഞതായിട്ടാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആനകൾ ഈ അമ്പലത്തിന്റെ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് പോയി അവിടെയും ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും ആശ്വാസകരമെന്ന് പറയട്ടെ, 2 ആനകളെയും തളച്ചിട്ടുണ്ട് ഇതിനോടകം എന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പിട്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ വരുത്താവുന്ന മാക്സിമം തകരാറുകളും മാക്സിമം പ്രശ്നങ്ങളും ഈ ആനകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കിതിനകത്ത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയമാണ്. ഒന്നുകിൽ ഈ ആനയുടെ എഴുന്നള്ളത്ത് നമ്മുടെ ഈ ക്ഷേത്രാങ്കണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം ഉള്ള ഉത്സവ സമയങ്ങളിലോ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അല്ല എങ്കിൽ കൃത്യമായി പറയേണ്ടതാണ്, ഈ കരിമരുന്ന് പ്രയോഗവും ഈ ആനയുടെ എഴുന്നള്ളത്തും ഒരേ സമയം നടത്തുന്നത് ഇത് വളരെ വലിയ ഗുരുതരമായ പ്രശ്നമുണ്ടാക്കും എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഇൻസിഡന്റോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതിന് അധികാരികൾ കൃത്യമായിട്ട് ഈ വിഷയത്തിനകത്ത് ഇടപെടണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം. കാരണം ഒരുപാട് വ്യക്തികളുടെ നമ്മൾ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചടങ്ങായിട്ട് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഗുരുതരമായുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ വിലപ്പെട്ട 3 ജീവനാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് പറയുമ്പോൾ ആ വീട്ടുകാർക്കും ഈ ഒരു അമ്പലത്തിന്റെ ഈ ഒരു ആചാരം ഒരു വേദനയായിട്ട്, അമ്പലത്തിന്റെ ആചാരം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ വ്രണപ്പെടുത്തുക എന്ന് ആരും ചിന്തിക്കരുത്. പക്ഷെ ഇത്തരം വന്യജീവിയെ വെച്ചുകൊണ്ടുള്ള
ഇത്തരം ആചാരങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ അത് ഒരുപക്ഷെ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വരുന്ന വലിയ വിപത്തുകളിൽ നിന്നും ഒരുപക്ഷെ അവരെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ആനയുടെ എഴുന്നള്ളത്ത് കൃത്യമായിട്ടും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. ഇത്തരം ജനബാഹുല്യമുള്ള സ്ഥലത്തൊന്നും ഒരുപക്ഷെ ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിനാൽ കെട്ടിത്തിരിച്ചതൊക്കെ ആണെങ്കിൽ ഇത് എത്രത്തോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അടച്ച് കെട്ടപ്പെട്ട സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാർ വന്നുകൂടുന്ന സ്ഥലങ്ങളിലോ ഒന്നും ഈ ആനയെ എഴുന്നള്ളത്ത് നടത്തുന്നത് നിയമം മൂലം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആന എഴുന്നള്ളത്ത് നടത്തുന്നെങ്കിൽ ഇത്തരം രീതിയിൽ ആന വിരണ്ടോടുവാനും മറ്റ് സാഹചര്യങ്ങളുമുള്ള ആ ഒരു സന്ദർഭങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ആ അമ്പലമോ അല്ലെങ്കിൽ ആ ഒരു ഏതോ ആയിക്കോട്ടെ, അമ്പലം ആയിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, ഏത് മത ചടങ്ങുകൾ നടക്കുന്ന പ്രദേശമായിക്കോട്ടെ ഈ പ്രദേശത്ത് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയും വലിയൊരു പ്രശ്നമാണ് ഇന്ന് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇനി ഇത് ആരുടെയെങ്കിലും ഒരു ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ ഒന്ന് അവഹേളിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടോ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലപ്പെട്ട 3 ജീവനുകളാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ആർക്കാണ് നഷ്ടപ്പെട്ടത്? ആ കുടുംബത്തിനാണ് നഷ്ടപ്പെട്ടത്, അവരുടെ പ്രിയപ്പെട്ടവർക്കാണ് നഷ്ടപ്പെട്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രയും ജനബാഹുല്യമുള്ളിടത്ത് ആനകൾ വിരണ്ട് ഓടിക്കഴിഞ്ഞാൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും പരിഭ്രാന്തരാകും. ഈ പരിഭ്രാന്തരായിട്ട് ഓടുന്നവർ അവരുടെ ജീവന് വേണ്ടിയിട്ടാണ് അവർ ഓടുന്നത്. അപ്പോൾ ചുറ്റുപാടുമുള്ളവരെ, പ്രായമുള്ളവരെ, കുഞ്ഞുങ്ങളെ ഒന്നും അവർ ഒരുപക്ഷെ ശ്രദ്ധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ പിന്നെ ഇത് വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. അത് നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളെ ഒഴിവാക്കി നിർത്തിയാൽ അത് വളരെ നന്നായി എന്നാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഈ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ അവിടെ ഒരുപാട് പേര് നിലത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ജനങ്ങൾ ഒരുപാട് തടിച്ചുകൂടി ഇരിക്കുന്നതുകൊണ്ട് തന്നെ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അവരുടെ കാലും കൈയും വേദനയൊക്കെ ഉള്ളവർ, എഴുന്നേറ്റ് ഓടാൻ പോലും കഴിയാത്തവരൊക്കെ നിലത്ത് കുത്തിയിരിക്കുമായിരുന്നു. അപ്പൊ ഇവർ ഇതൊന്നും അറിയുന്നില്ല എന്താണ് സംഭവിക്കുന്നത്. ജനങ്ങൾ വിരണ്ടോടുന്നു. ഈ വിരണ്ടോടി വരുന്ന കണ്ടുകൊണ്ട് ഇവരെ എണ്ണിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴത്തേക്കും ജനങ്ങളെല്ലാം ഇവരെ ചവിട്ടി മെതിച്ച് കടന്നുപോയി, അല്ലെങ്കിൽ ആന ഇവരെ ചവിട്ടി മെതിച്ചുകൊണ്ട് കടന്നു പോകുന്നു. അപ്പോൾ ഇതിനെല്ലാം കാരണമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ആനകളെ ഒരേ സമയം എഴുന്നള്ളത്ത് കൊണ്ടുവന്നതും ഒരു വലിയൊരു വിഷയമാണ്. അങ്ങനെ ഇപ്പൊ എത്ര വലിയ ഒരു ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആനയെ, അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആനയെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് എഴുന്നള്ളത്തിന് വേണ്ടിയിട്ട് നടത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ തീരും. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ കരിമരുന്ന് പ്രയോഗം. ഈ കരിമരുന്ന് പ്രയോഗത്തില് അത്യുഗ്ര സ്ഫോടന ശബ്ദമുള്ള ഈ വലിയ വലിയ ഗുണ്ടുകളും അമിട്ടുകളും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നിർത്തലാക്കുക. ഇത് നിർത്തലാക്കുക. നിങ്ങൾ ഈ ആന എഴുന്നള്ളത്ത് നടത്തുന്ന അതേ സമയം തന്നെ ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇന്നത്തെ നമുക്ക് ഈ വിഷയത്തോട്, ഈ കുറവങ്ങാട് വിഷയത്തോടു കൂടി ഈ നമുക്ക് മണക്കുളങ്ങര ക്ഷേത്രത്തിലെ വലിയ ആപത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് അധികാരികൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിന് മേൽ നടത്തണം. ഇനി ഇങ്ങനെയുള്ള ഒരു ഇൻസിഡന്റ് ഒരു ക്ഷേത്രാങ്കണത്തിലോ അല്ലെങ്കിൽ ഒരു ഭക്തജനങ്ങൾക്കോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇടയാകരുത്. അതിന് നിയമം മൂലമുള്ള തടയിടണം എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ആരുടെയും എന്താ പറയുക, വിശ്വാസത്തെ ഹനിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്, എല്ലാവരും നമ്മുടെ സ്നേഹിതരാണ്, നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമാണ് ഇന്നും ഇത്ര വലിയൊരു ആപത്തിൽ ചെന്ന് പെട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ക്ഷേത്രാധികാരികളോടും ഇതിനെ ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട് നിൽക്കുന്ന ദേവസ്വം ബോർഡിലുള്ളവരോടും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ യുക്തിപൂർവമായിട്ടുള്ള ഒരു നടപടി എടുക്കണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ ഉത്സവങ്ങളും ഒന്നും ഒരു വേദനാജനകമായി തീരത്തില്ല. ഇത് ആസ്വാദനത്തിന് വേണ്ടിയിട്ടും മറ്റ് നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ടും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് മുറിപ്പെടുന്നതും അത് വലിയ വേദനയ്ക്കും കണ്ണുനീരിനും ഒക്കെ ഇടയായി തീരുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ആന ഇടഞ്ഞോടി ഇങ്ങനെ ഉണ്ടായ ഒരു വിഷയത്തിൽ മരണപ്പെട്ടു പോയ ആ കുടുംബങ്ങളിലെ വ്യക്തികളോടും ആ കുടുംബത്തോടുമുള്ള അനുശോചനം അറിയിച്ചുകൊണ്ടും വലിയ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനിയെങ്കിലും നമുക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.